മഹാദുരന്തം ഉണ്ടാവുമെന്ന ജാപ്പനീസ് ബാബ വാങ്ക എന്ന റിയോ തട്സുക്കി പ്രവചിച്ച ദിവസമാണ് ഇന്ന്. ജൂലൈ 5-ന് ജപ്പാനിൽ വലിയ സുനാമി ഉണ്ടാകുമെന്ന പ്രവചനം ജപ്പാനിൽ ഉണ്ടാക്കിയത് 3.9 ബില്യന്റെ നഷ്ടമാണ്. ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റിന്റെ പ്രവചനം സത്യമാകുമോ എന്നതിന് നിലവിലൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ഇന്ന് ഈ വാർത്ത കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നിങ്ങളൊന്ന് നുള്ളി നോക്കണം. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. മഹാദുരന്തമുണ്ടാകുമെന്ന് റിയോ ടട്സുക്കി എന്ന മാങ്ക കലാകാരി പ്രവചിച്ച ജൂലൈ 5-ലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ജൂലൈ 5-ന് ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകുമെന്നായിരുന്നു പ്രവചനം. ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം എഴുതിയ മാങ്ക കലാകാരിയാണ് റിയോ ടട്സുക്കി. കാർട്ടൂണുകളെയും കൊമിക്സുകളെയുമാണ് ജപ്പാനിൽ മാങ്ക എന്ന് പറയുന്നത്. 1999-ലാണ് റിയോ ടട്സുക്കി തന്റെ പുസ്തകത്തിൽ നിരവധി പ്രവചനങ്ങൾ നടത്തിയത്. 2011-ലെ ജപ്പാനിലുണ്ടായ തൊഹൈക്കു ഭൂകമ്പവും സുനാമിയും ഫുക്കുഷിമ ഡൈച്ചി ആണവ ദുരന്തവുമെല്ലാം പ്രവചിച്ചെന്നാണ് റിയോ ടട്സുക്കി എന്ന ജാപ്പനീസ് ബാബ വാങ്ക അവകാശപ്പെടുന്നത്. 1999-ൽ അച്ചടിച്ച പുസ്തകത്തിൽ പ്രവചിച്ചത് 2011-ൽ സംഭവിച്ചതോടെ ഇവരുടെ പുസ്തകം വൻതോതിൽ വിറ്റഴിഞ്ഞു. ടട്സുക്കി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ഇവർ ആ കൃതി പുറത്തിറക്കിയത്. ആകെ പരാമർശിച്ച 15 സ്വപ്നങ്ങളിൽ 13 നടന്നെന്നും മാങ്ക ആരാധകർ പറയുന്നു. പ്രവചനങ്ങളെ അസ്ഥാനത്താക്കി ജപ്പാനും മറ്റ് ലോകരാജ്യങ്ങളുമെല്ലാം സാധാരണഗതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഈ ദിവസവും. ജപ്പാനിലെ ടൂറിസം രംഗം ചെറുതായൊന്ന് പ്രവചനത്തിൽ തട്ടി വീണിട്ടുണ്ട്. വിമാന ബുക്കിംഗും ഹോട്ടൽ ബുക്കിംഗിലും വലിയ ഇടിവും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 3.9 ബില്യൺ, അതായത് 300 കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ നഷ്ടം. മറ്റ് സ്ഥിരം പ്രശ്നങ്ങളുമായി ലോകം മുന്നോട്ട് പോവുകയാണ്. പ്രവചനം സത്യമാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.